പുറത്തേക്ക് പോകുമ്പോൾ പാർട്ടിക്കകത്ത് നടക്കുന്നത് ഇങ്ങനെയാണ് എന്ന കാര്യങ്ങളാണ് ഈ വെളിപ്പെടുത്തലായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ കൃത്യമായി ഖണ്ഡിക്കാൻ പാർട്ടിക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതിപ്പോൾ ഒരു വർഗ്ഗവഞ്ചകൻ എന്നുള്ള സ്ഥിരം ശൈലിയിലുള്ള ഒരു മറുപടിയാണ്. അതിലപ്പുറം ഈ ആരോപണങ്ങളോട് ഉന്നയിക്കപ്പെടുന്ന ഗൗരവത്തുള്ള ആരോപണങ്ങൾക്ക് എന്ത് മറുപടി നൽകുന്നുള്ളതാണ്. എപ്പോഴും CPM-മായി ബന്ധപ്പെട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് പറയുന്ന അഴിമതിയില്ലല്ലോ എന്നുള്ളതാണല്ലോ. പക്ഷേ പാർട്ടി സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇപ്പോൾ ടി.കെ. ഗോവിന്ദ് ഉന്നയിച്ചിരിക്കുന്ന അഴിമതി ആരോപണമാണ്. അവിടെ ഹാപ്പിനെസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി അവിടെ നടപ്പാക്കുമ്പോൾ അതിലേക്ക് വരുന്ന ഫണ്ട് അത് സ്പോൺസർഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നു എന്നാണ് പറയുന്നത്. സ്പോൺസർഷിപ്പ് അദ്ദേഹത്തിന് ഉറപ്പില്ല. സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് പറയുന്നു, പൈസ പലതും വരുന്നു, അത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. പാർട്ടിയെ കൊണ്ട് അത് പാർട്ടിക്കകത്തേക്ക് ആ കണക്കുകൾ വരുന്നില്ല എന്നുള്ളതാണ്. ഇനി അതിൽ ആരൊക്കെയാണ് കൊണ്ടുവരുന്നത്? സിനിമാക്കാരെയൊക്കെ കൊണ്ടുവരുന്നത്. സിനിമാക്കാരുമായിട്ടുള്ള ബന്ധം ആർക്കാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് MP ഗോവിന്ദിന്റെ മകനിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ്. അങ്ങനെ ആ അഴിമതി ആരോപണം, MP ഗോവിന്ദിന്റെ കുടുംബം അഴിമതിയാണ് നടത്തുന്നത് എന്ന ഒരു ആരോപണമാണ് അദ്ദേഹം ഗുരുതരമായ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. മറ്റൊന്ന് എന്താണ്, നമ്മൾ കേരളം ദീർഘകാലം ചർച്ച ചെയ്യുന്ന ആന്തൂർ സാജന്റെ മരണം ഒന്നുകൂടി ഈ ചർച്ചയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ഉയർത്തിവിടുകയാണ്. ആന്തൂർ സാജന് ബിസിനസ് തുടങ്ങാൻ ഞാൻ ഈ കസേരയിലുള്ളപ്പോൾ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരെ പാർട്ടി പത്രത്തിലടക്കം അപമാനിക്കപ്പെട്ട് വന്നിരുന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോൾ അവിടെ ആന്തൂറിൽ വലിയ പ്രതിഷേധമുയർന്നു. ആ പ്രതിഷേധമുയരുമ്പോൾ പ്രവർത്തകരെ അന്വയിപ്പിക്കാൻ വേണ്ടി അന്ന് ആരാണ്? P. ജയരാജനാണ് ജില്ലാ സെക്രട്ടറി. P. ജയരാജൻ പറയുന്നു PK ശാമളയ്ക്കെതിരെ നടപടിയുണ്ടാകുമെന്ന ഉറപ്പാണ് അവിടെ അണികൾക്ക് നൽകുന്നതെന്നുള്ളതാണ്. അതങ്ങനെ പറഞ്ഞ ശേഷം അത് തണുപ്പിക്കുന്നു. പക്ഷേ നടപടി ഉണ്ടായില്ല. പക്ഷേ P. ജയരാജന്റെ കാര്യത്തിൽ പിന്നീട് നടപടി ഉണ്ടാകുന്നു. P. ജയരാജനെ പിന്നീട് മത്സരിപ്പിക്കുന്നു, ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. അതേസമയം VN വാസവനെ മാറ്റിയിരുന്നു. VN വാസവൻ പക്ഷേ പിന്നീട് തിരിച്ചെത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ P. ജയരാജന്റെ കാര്യം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതാണ് P. ജയരാജന് അതിൽ കിട്ടിയ ശിക്ഷ എന്നുള്ളതാണ്. അത് MP ഗോവിന്ദൻ അങ്ങനെ എന്താ പറയുക, അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുത്തു എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്.